542 രാവ്. അവൾ തുടർന്നു, ഓ കീർത്തിമാനായ രാജാവേ, നാവികനായ സിന്ദ്ബാദ് ക്യാപ്റ്റനോട് ഈ ഭാണ്ഡങ്ങൾ അള്ളാഹ് എനിക്ക് തന്ന സാമാനങ്ങളാണ് എന്ന് പറഞ്ഞപ്പോൾ അയാൾ ആശ്ചര്യത്തോടെ അഭിപ്രായപ്പെട്ടു, അള്ളാഹെ പോലെ സർവശക്തനായ ഒരു ദൈവമില്ല. സത്യത്തിൽ മനുഷ്യരിൽ വിവേകമോ വിശ്വാസതയോ ഇല്ലാതായിരിക്കുന്നു. ഞാൻ ചോദിച്ചു, അല്ലയോ ക്യാപ്റ്റൻ, ഈ വാക്കുകളുടെ അർത്ഥം എന്താണ്? ഞാൻ എന്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തിയിട്ടും നിങ്ങൾക്ക് വിശ്വാസമില്ല എന്നാണോ? മുങ്ങിച്ചത്ത ആളിന്റെ സാമാനങ്ങൾ എന്റെ പക്കൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് കേട്ട് നിങ്ങൾ അത് സ്വന്തം ചരക്കുകളാണെന്ന് അവകാശപ്പെടുന്നു. ന്യായമായ രീതിയിൽ മാത്രമേ നിങ്ങൾക്കത് എടുക്കാനാകൂ. കാരണം അയാൾ മറ്റു പലരോടുമൊപ്പം കടലിൽ മുങ്ങിച്ചാകുന്നത് ഞാൻ സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്. ഒരാൾ പോലും അന്ന് രക്ഷപ്പെട്ടിട്ടില്ല. അപ്പോൾ നിങ്ങളാണ് ആ ചരക്കുകളുടെ ഉടമ എന്ന് നിങ്ങൾക്ക് എങ്ങനെ അവകാശപ്പെടാൻ കഴിയും? ഓ ക്യാപ്റ്റൻ, ഞാൻ മറുപടി നൽകി, എന്റെ സത്യം എന്താണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. നുണ പറയുന്നത് ചതിയന്മാരുടെ ലക്ഷണമാണെന്ന്. പിന്നെ എനിക്ക് സംഭവിച്ച കാര്യങ്ങൾ എല്ലാം ഞാൻ അയാൾക്ക് വിവരിച്ചു കൊടുത്തു. ഞാൻ അയാളോടൊപ്പം ബഗ്ദാദിൽ നിന്ന് കപ്പൽ യാത്ര ആരംഭിച്ചത് മുതൽ തിമിംഗല ദ്വീപിൽ ചെന്ന് പെട്ട് വെള്ളത്തിൽ മുങ്ങിപ്പോയത് വരെ ഞങ്ങൾക്കിടയിൽ നടന്ന ചില പ്രത്യേക കാര്യങ്ങൾ ഞാൻ അയാളെ ഓർമ്മിപ്പിച്ചു. അതിനുശേഷം അയാളും വ്യാപാരികളും എന്റെ കഥയിലെ സത്യാവസ്ഥ സാക്ഷ്യപ്പെടുത്തി. എന്നെ തിരിച്ചറിഞ്ഞതിൽ അവർ ആഹ്ലാദിച്ചു. ഞാൻ രക്ഷപ്പെട്ടതിൽ അങ്ങേയറ്റം സന്തോഷിച്ചു. അവർ പറഞ്ഞു, അള്ളാഹാണ് നിങ്ങൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുമെന്ന് ഞങ്ങൾ കരുതിയില്ല. ദൈവം നിങ്ങൾക്ക് പുതുജീവൻ നൽകിയിരിക്കുന്നു. പിന്നീട് എന്റെ ചരക്കുകൾ അവർ എനിക്ക് തന്നു. അതിലെല്ലാം എന്റെ പേര് എഴുതിയിരിക്കുന്നത് ഞാൻ കണ്ടു. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ കെട്ടുകൾ തുറന്നു. അവയുടെ ഏറ്റവും വിലപിടിച്ച കൗതുക വസ്തുക്കൾ മെഹർജാൻ രാജാവിന് പാരിതോഷികമായി കൊടുക്കാൻ തീരുമാനിച്ചു. അവ കപ്പൽ ജോലിക്കാരെ കൊണ്ട് എടുപ്പിച്ച് കൊട്ടാരത്തിലെത്തി രാജാവിന്റെ കാൽക്കൽ സമർപ്പിച്ചു. നടന്ന സംഭവങ്ങളെല്ലാം അദ്ദേഹത്തെ ധരിപ്പിച്ചു, പ്രത്യേകിച്ച് കപ്പലിനെയും എന്റെ ചരക്കുകളെയും കുറിച്ചുള്ള കാര്യങ്ങൾ. അദ്ദേഹം ഇതെല്ലാം കേട്ട് വല്ലാതെ അതിശയിച്ചു പോയി. അതിനുശേഷം രാജാവിന് എന്നോടുള്ള സ്നേഹം ഇരട്ടിച്ചു. ഞാൻ കൊടുത്തതിനേക്കാൾ വിലപിടിച്ച സമ്മാനങ്ങൾ എനിക്ക് തന്നു. ഞാൻ എന്റെ ചരക്കുകൾ വിറ്റ് വലിയ ലാഭമുണ്ടാക്കി. അതിനു പകരം ആ ദ്വീപ് നഗരത്തിൽ നിന്ന് മറ്റ് നിരവധി സാമാനങ്ങൾ വാങ്ങി വ്യാപാരികൾ മടക്കയാത്രയ്ക്ക് തയ്യാറായപ്പോൾ ഞാനും ആ കപ്പലിൽ എല്ലാ സാമാനങ്ങളുമായി കയറി. രാജാവിനോട് അദ്ദേഹം എനിക്ക് വേണ്ടി ചെയ്ത എല്ലാ സഹായങ്ങൾക്കും വിനീതനായി നന്ദി രേഖപ്പെടുത്തി. അദ്ദേഹത്തോട് യാത്ര പറഞ്ഞ് ഞാൻ എന്റെ പ്രിയപ്പെട്ട നാട്ടിലേക്ക് യാത്ര ആരംഭിക്കുവാൻ തയ്യാറെടുത്തു. രാജാവ് അന്നാട്ടിലെ ചരക്കുകൾ നിറയെ എനിക്ക് തന്നു. എന്നെ ആശീർവദിച്ച് യാത്രയാക്കി. അള്ളാഹുവിന്റെ അനുഗ്രഹത്തോടെ ഞങ്ങൾ രാപ്പകലില്ലാതെ കടൽ യാത്ര തുടർന്നു. ഭാഗ്യവശാൽ യാതൊരു പ്രശ്നവും അഭിമുഖീകരിക്കാതെ ഞങ്ങൾ സുരക്ഷിതരായി ബസ്ര നഗരത്തിൽ എത്തി. സ്വന്തം മണ്ണിൽ കാലുകുത്തിയപ്പോഴുള്ള എന്റെ സന്തോഷം പറഞ്ഞറിയിക്കാനാവുന്നതല്ല. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ ബാഗ്ദാദിലേക്ക് പോയി. വിലപിടിച്ച ചരക്കുകളും കൂടെ കൊണ്ടുപോയിരുന്നു. നഗരത്തിൽ പ്രവേശിച്ച ഞാൻ നേരെ എന്റെ വീട്ടിലേക്ക് ചെന്നു. അവിടെ എന്നെ കാണാനായി എല്ലാ ബന്ധുക്കളും സുഹൃത്തുക്കളും എത്തി. അവിടുന്ന് ഞാൻ ഡംബംസങ്ങളെയും വെപ്പാട്ടിമാരെയും വേലക്കാരെയും നീഗ്രോ അടിമകളെയും വാങ്ങിച്ചു. വീടുകളും ഭൂമിയും പൂന്തോട്ടങ്ങളും എസ്റ്റേറ്റുകളും വാങ്ങിച്ചു. ഞാൻ മുമ്പത്തേക്കാളേറെ സമ്പന്നനായി. സുഹൃത്തുക്കളോടൊപ്പം ഉല്ലാസകരമായി എന്നത്തേക്കാളേറെ സുഖകരമായ ജീവൻ നയിച്ചു. യാത്രയുടെ ദുരിതങ്ങളും അനുഭവിച്ച കഷ്ടപ്പാടുകളുമെല്ലാം ഞാൻ മറന്നു. രുചികരമായ ഭക്ഷണവും ഏറ്റവും നല്ല വീഞ്ഞും ഞാൻ ആസ്വദിച്ചു. അങ്ങനെ സുലോലുപനായി ഞാൻ ജീവിച്ചു. അതിനുള്ള സമ്പത്ത് എനിക്കുണ്ടായിരുന്നു. ഇതാണ് എന്റെ ആദ്യ കടൽ യാത്ര. ഇൻഷാ അല്ലാഹ് നാളെ ഞാൻ നടത്തിയ 7 കടൽ യാത്രകളിൽ രണ്ടാമത്തെ യാത്രയുടെ കഥ പറയാം. ചുമട്ടുകാരൻ സിന്ദ്ബാദിന് സഞ്ചാരി സിന്ദ്ബാദ് അത്താഴവും 100 സ്വർണ്ണ നാണയങ്ങൾ നൽകിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഇന്ന് ഞങ്ങളോടൊപ്പം ഒത്തുകൂടി ഞങ്ങളെ സന്തോഷിപ്പിച്ചു. ചുമട്ടുകാരൻ അദ്ദേഹത്തിന് നന്ദി പറഞ്ഞ് സമ്മാനം എടുത്ത് സ്ഥലം വിട്ടു. താൻ കേട്ട സംഭവത്തെക്കുറിച്ച് അയാൾ വിസ്മയത്തോടെ ചിന്തിച്ചുകൊണ്ടിരുന്നു. രാത്രി സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങിയ ശേഷം നേരം പുലർന്നപ്പോൾ എഴുന്നേറ്റ് സഞ്ചാരിയായ സിന്ദ്ബാദിന്റെ വീട്ടിലെത്തി. അയാൾ അവനെ ആദരവോടെ സ്വീകരിച്ചു തന്റെ അടുത്ത് ഇരുത്തി. മറ്റു സുഹൃത്തുക്കളും കൂടി എത്തിയപ്പോൾ അവർ സുഭിക്ഷമായ തീറ്റയും കുടിയും കഴിഞ്ഞ് ആനന്ദകരമായ അന്തരീക്ഷത്തിൽ സിന്ദ്ബാദിന്റെ രണ്ടാം കടൽ യാത്ര വിവരണം കേൾക്കാൻ ഇരുന്നു.